കർക്കിടകത്തിലെ പത്തലത്തോരനൊക്കെ നമ്മൾ വെക്കാറുണ്ട്. ഈ എന്താ പറയുക, അതുപോലെ തന്നെ ഇലകളും ആ കുഞ്ഞുമക്കളെ അതൊക്കെ ഒന്ന് ശീലിപ്പിക്കണം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് എന്നാണെന്നറിയോ, ഈ കൊടുത്തൂവ താളിപ്പ്. ഇതിൻ്റെ ശരിക്കും തോരനുണ്ടാക്കി കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് പേര് എനിക്ക് കമൻറ്റുകളൊക്കെ ഇട്ട് വമ്പൻ വിജയമായൊരു വീഡിയോ ആയിരുന്നു. കൊടുത്തൂവ തോരൻ ഭയങ്കര ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. ഇന്ന് താളിക്കാൻ പോവാം. അപ്പം അതിന് കുറച്ച് പറിക്കുക കേട്ടോ. ചൊറികണം കൊടുത്തൂവ എന്നൊക്കെ പറയും. ഇത് ശരിക്കും ചൊറിയുമെന്നുള്ള പേടി വേണ്ട. ഇങ്ങനെ ചുവട് നോക്കി പറിച്ചിട്ടില്ലേ, ഇതിൻ്റെ ഈ അടി വരുന്ന പൊടിയുണ്ട്, അതാണ് നമ്മളെ ഈ ചൊറിയുന്നത്. ഇത് നന്നായിട്ട് ഈ റണ്ണിങ് വാട്ടർ ഇല്ലേ, പൈപ്പിൻ്റെ ചുവട്ടി വെച്ച് ഇങ്ങനെ നല്ലപോലെ കഴുകി എടുത്തിട്ട് അരിഞ്ഞെടുത്താൽ ഒരു ചൊറിച്ചിലും ഉണ്ടാവില്ല. അപ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് കുറച്ച് കൊടുത്തൂവ പറിക്കാം, അല്ലെങ്കിൽ ചൊറിയണം. ഞാൻ കുറച്ചേ പറിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് ഈ പൂവില്ലാത്തത് നോക്കി പറിക്കണേ, ചെറുത് നോക്കി. കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചുള്ള താളിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം, വായോ. ചൊറികണം അല്ലേ കൊടുത്തൂവ, അതെ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് വരിക കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വിട്ടാൽ മതി. ഇല മതി, തണ്ട് വേണ്ട. തോരൻ വെക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ തോരൻ വെച്ച് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് ഇതൊന്ന് ചൂടായിക്കോട്ടെ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ചതച്ച വെളുത്തുള്ളി. ഇതിപ്പോൾ ഞാനൊരു 5-6 കഷ്ണം എടുത്തിട്ടുള്ളൂ, നിങ്ങളുടെ ആവശ്യത്തിനുള്ള എടുത്തോ കേട്ടോ. ഇതൊക്കെ നല്ലതാണ്. ചെറുതായിട്ട് മൂത്ത് വരുമ്പം നമ്മളിതാ ചെറിയുള്ളി ഇട്ട് കൊടുത്തു. കാന്താരി എടുത്തത്, നിങ്ങൾക്ക് കാന്താരി ഇല്ല എങ്കിൽ പച്ചമുളക് എടുത്താൽ മതി. ഇതാ കുറച്ച് കറിവേപ്പില. ചങ്ങനാശ്ശേരി കോട്ടയം സൈഡിലേക്ക് ഞാൻ ഇതുപോലെ താളിപ്പ് കണ്ടിട്ടേ ഇല്ല. ഈ കോഴിക്കോട് വന്നേ പിന്നെയാണ് ഈ താളിപ്പ് ഞാൻ കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ മുസ്ലിം ഫാമിലി പ്രത്യേകിച്ച് എന്ത് കറി ഉണ്ടെങ്കിലും അവരൊരു താളിപ്പ് ഉണ്ടാക്കും. കാര്യം വെച്ചാൽ അത് അത്രയും നല്ലതാണ്. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുമെന്ന്. പക്ഷെ ഞാനും ഇവിടെ വന്നിട്ട് തന്നെയാണ്, ഈ കോഴിക്കോട് വന്നിട്ടാണ് ഇതൊക്കെ അതും കോഴിക്കോട് ടൗണിലേക്കല്ല കേട്ടോ, കുറച്ചും ഇങ്ങോട്ട് മാറി മുക്കം അതുപോലെ മലയോര മേഖലയിലാണ് ഇത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കൊടുത്തൂവ അല്ലെങ്കിൽ ചൊറികണം, പിന്നെ നമ്മൾ എന്താ പറയുക, ഈ നാട്ടിലൊക്കെ ഏതല കിട്ടിയാലും അവർ താളിപ്പുണ്ടാക്കും. നല്ല ഒരു ഹെൽത്തി വേസ് നോക്കുന്നവർക്കൊക്കെ നല്ലതാ. പിന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ പത്തലത്തോരൻ വെച്ച് കഴിക്കും. ഇലകൾ കഴിക്കണമെന്നാണ് പറയുന്നത് അല്ലേ. പ്രത്യേകമായിട്ട് നമ്മൾ മുരിങ്ങയില നമ്മൾ ഉപയോഗിക്കാറില്ല. മുരിങ്ങയില കർക്കിടകത്തിൽ ഉപയോഗിക്കാം, പക്ഷെ ഏതോ ഒരു ദിവസം അതിന് വിഷമോ കട്ട ഏതാണ്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് നമുക്ക് അറിയാത്തത് കൊണ്ട്, നമ്മൾ ആ ദിവസം അറിയാത്തതുകൊണ്ട് കർക്കിടക മാസം മുഴുവനായിട്ട് നമ്മൾ മുരിങ്ങയില ഉപയോഗിക്കത്തില്ല. അപ്പോൾ അതൊഴിച്ചിട്ട് ബാക്കി എല്ലാ ഇലകളും നമുക്ക് ഇങ്ങനെ കഴിക്കാം. കർക്കിടകത്തിൽ ഇനി കഴിക്കാത്ത ഇല വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ പഴമക്കാർക്കൊക്കെ അറിയായിരിക്കുമല്ലോ, ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പം നമ്മുടെ കൊടുത്തൂവയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന താളിപ്പ. ഇത് ഒരു കറി ഇല്ലെങ്കിലും, കറികൾ കൂടുതലുണ്ടെങ്കിലും എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഈ നാട്ടിലെ. ചിലവരൊക്കെ ഇല്ലേ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഈ ഇല അതിനകത്തോട്ട് ഇടുക ചെയ്യുക. ഞാൻ പക്ഷേ ഏതിലയാണേലും ചെറുതായിട്ടൊന്ന് വാട്ടുവേ. അപ്പം എന്താ പറയുക, അതും ഒരു ടേസ്റ്റാണ്. ആദ്യത്തെ ആ വെള്ളം മാറ്റിയിട്ട് ഇച്ചിരി കട്ടിയുള്ള വെള്ളം ഒഴിക്കണ്ടേ കേട്ടോ. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനിയില്ലേ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് വേഗം കയറി പിടിക്കും, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ഇടാവുള്ളേ. എന്നിട്ട് നോക്കിയിട്ടേ ഇടാം. ഉപ്പ് നോക്കിയിട്ടിടാം. നല്ല ഉപ്പും കൂടെ ആവാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്.
കാര്യം വെച്ചാൽ ഇലയൊന്ന് വഴറ്റിയത് കൊണ്ട് തന്നെ വേഗം വേറെ വഴറ്റേണ്ട ആവശ്യമില്ല. നോക്കി, നല്ല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.